2024 ജൂലൈ 30 വയനാട്ടിലെ ചൂരൽമലയിൽ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായത്. കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മണ്ണിടിച്ചിൽ ദുരന്തമായിട്ടാണ് ഇത് പ്രഖ്യാപിച്ചത്. അത്രയേറെ നാശനഷ്ടങ്ങളുണ്ടായി. ഒരു ഗ്രാമം തന്നെ മണ്ണിൽ ഒലിച്ചുപോയി. 420-ലധികം മനുഷ്യരാണ് മരിച്ചത്. അന്ന് കേരളം മാത്രമല്ല, ഇന്ത്യ മുഴുവനും കൈകോർത്താണ് ആ നാടിനെ ഒന്ന് കൈപിടിച്ചുയർത്താൻ ശ്രമിച്ചത്. എന്നിട്ടും പൂർണ്ണമായിട്ടും കൈപിടിച്ചുയർത്തി കഴിഞ്ഞിട്ടില്ല. അതിലൊത്തിരി അനാസ്ഥകൾ സംഭവിച്ചിട്ടുണ്ട്. ഒത്തിരി ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് നൽകി കടന്നുപോയ ഒരു ദുരന്തമായിരുന്നു. ആ ദുരന്തത്തിൻ്റെ ആഘാതം കഴിഞ്ഞ് ഒന്ന് റിക്കവറായി നമ്മൾ വന്നിട്ടില്ല. വീണ്ടും കഴിഞ്ഞ ദിവസം കല്ലാടി മലയിൽ ഒരു ദുരന്തമുണ്ടായി. വയനാട്ടിലെ തുരങ്കപാതയുടെ തൊട്ടടുത്ത് സംഭവിച്ചൊരു ദുരന്തമാണ്. ഇതിലും 8ഓളം പേര് മരിച്ചിട്ടുണ്ട്, അനേകം പേര് കാണാനില്ല. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ഇമ്മീഡിയറ്റായിട്ട് ഈ രണ്ടാമത്തെ ദുരന്തത്തിൽ പറഞ്ഞത് മനുഷ്യനിർമ്മിതമാണ്. അത്ര അനാസ്ഥ കാണിച്ചതിൻ്റെ പേരിലുണ്ടായതാണ്. ഒരു പാരിസ്ഥിതിക പഠനം പോലും നടത്തിയിട്ടില്ല എന്നാണ് ഭരണപക്ഷം തന്നെ പറയുന്നത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചേരി നിൽക്കുമ്പോൾ അനാഥമായത് അനേകം കുടുംബങ്ങളാണ്, നഷ്ടപ്പെട്ടത് പല ജീവനുകളാണ്. ഈ മനുഷ്യരുടെ അനാസ്ഥയ്ക്ക് ഇനി ആരുത്തരം പറയും? ഇനിയും എന്ന് നമ്മൾ പാഠം പഠിക്കും? ഇനി എത്ര ദുരന്തങ്ങൾ നമ്മൾ കാണാൻ കിടക്കുന്നു? ഈ അനാസ്ഥയ്ക്ക് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം വില കൊടുക്കേണ്ടി വരും എന്ന് ഓർമ്മിപ്പിക്കുന്ന ഗോസ്പലാണെന്ന്. യേശു ഇന്ന് 3 ഇടങ്ങളെ നോക്കിയിട്ടാണ് ദുരന്തമെന്ന് പറയുന്നത്. 1 കൊറാസിൻ, 2 ബെത്സയിദ, 3 കഫർനാം. ഇത് 3ഉം യേശുവായിട്ട് ഒത്തിരി ഹാർട്ട് റിലേഷൻഷിപ്പുള്ള ഇടങ്ങളാണ്. ഈ 3 ഇടങ്ങളിലും യേശു ഒത്തിരി മിനിസ്റ്റർ ചെയ്ത ഇടങ്ങളാണ്. യേശു ഓടി നടന്ന് അവിടെ അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, ഉപമകൾ പറഞ്ഞു. ഇനി യേശുവിന് ചെയ്യാനൊന്നുമില്ല. ഈ നാട്ടിലാണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം യേശു പറഞ്ഞത്. എന്നിട്ട് ഈ നാടിന് എന്ത് സംഭവിച്ചു? ഇന്ന് നിങ്ങൾ ഹോളി ലാൻഡിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ ഈ നാടൊക്കെ ഉണ്ടായിരുന്നൊരു പേര് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അത്രയേറെ നാമാവശേഷമായ ഒരു നാടാണ്. എന്തായിരുന്നു കാരണം? ഒറ്റ വാക്കിൽ പറയാവുന്നത് അനാസ്ഥ എന്ന് തന്നെയാണ്. ചില മുൻകരുതലുകൾ കൃത്യമായൊരിടത്തില്ല. ഇങ്ങനെയൊക്കെ മതിയെന്ന് ചിന്തിച്ചു, ആ നാട് തന്നെ നശിച്ചു പോയി. നമ്മൾ കുറച്ചും കൂടിയൊക്കെ കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ പഠിക്കണം. വിവേകമുള്ളവരായി ചിന്തിക്കാൻ പഠിക്കണം. മനുഷ്യജീവന് നിലനിൽക്കുന്ന ആവശ്യമായ ഘടകങ്ങളുമാണ് ഈ ഭൂമിയിൽ അത്യാവശ്യമായി വേണ്ടത്. വലിയ തുരങ്കപാതകളും പ്രകൃതിയെ നശിപ്പിച്ചുള്ള വികസനങ്ങളൊക്കെ കുറിച്ച് വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ ആർക്കു വേണ്ടിയാണെന്നൊരു ചോദ്യത്തിനിടയിൽ ഉത്തരം കൊടുക്കാൻ മനുഷ്യർ ഈ ഭൂമിയിലുണ്ടാകുമോ? പ്രകൃതികളെ നശിപ്പിച്ച് മനുഷ്യൻ കെട്ടിപ്പൊക്കുന്നതും ബാബേൽ ഗോപുരം പോലെ തകരും, ഒരു സംശയമില്ല. എനിക്ക് തോന്നുന്നു വലിയ കാര്യങ്ങളൊന്നും എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ചെയ്യാനില്ലാന്ന് തോന്നുന്നു. പക്ഷേ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരു ചെടി നട്ടുപിടിപ്പിക്കുന്നുണ്ടെങ്കിൽ, എല്ലാ ദിവസവും ആ ചെടിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ ഈ പ്രകൃതിയുടെ ഏതൊക്കെയോ നന്മയ്ക്ക് നമ്മളും കൈകോർക്കുന്നു എന്നാണ് അർത്ഥം. ഇനിയും അനാസ്ഥയോടെ ജീവിക്കരുത്. ഒരു കാലത്ത് തോട്ടിലൂടെ ഒഴുകിക്കൊള്ളുന്ന വെള്ളം കുടിച്ചിരുന്ന ഒരു ജനത ഇന്ന് കുപ്പിയിൽ വെള്ളം കുടിക്കേണ്ട ഒരു കാലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി വളരെ സുന്ദരമായി ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഓക്സിജൻ പോലും ഒരു നാൾ വില കൊടുക്കി വാങ്ങേണ്ടി വരില്ല എന്ന് എന്ത് ഉറപ്പാണുള്ളത്? അനാസ്ഥകളൊക്കെ വലിയ ദുരന്തത്തിലേക്ക് എത്തിക്കും. അത് ക്രിസ്തുവിൻ്റെ സുവിശേഷം അവഗണിച്ചാലും പ്രകൃതിയുടെ നിയമത്തെ അവഗണിച്ചാലും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.